Hello friends, FOOD4 people പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ വന്നിട്ട് നമ്മുടെ വീഡിയോയിൽ ഷെഹിൽ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെക്കൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാനൊരു 28 days ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയും അനിയത്തിയും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ക്വാറന്റൈനിൽ ഇരിക്കേണ്ട പറഞ്ഞിട്ട് ഞാനും കൂടെ പോയി അവരുടെ കൂടെ ഒരു 28 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നു. അപ്പോൾ ക്വാറന്റൈനിൽ കഴിഞ്ഞ് എല്ലാവരും ഫൈനാണ് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എന്താ ഇപ്പോൾ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഈ ആട്ടുകാൽ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇതിലെ സ്പെഷ്യൽ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ഒരു വെറൈറ്റി ടൈപ്പിൽ നമ്മൾ ഇതിനൊരു ഗ്രീൻ കളറിലാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ആട്ടിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് നല്ല കൊഴുപ്പുണ്ട് സാധനം അല്ലേ? അല്ല ഇനി നമുക്ക് കഴുകാം അല്ലേ? കഴുകുക. നമ്മൾ നന്നായി വൃത്തിയായി കഴുകിയിട്ടുണ്ട്. നമ്മൾ വാരയിട്ട് കൊടുക്കാം. കുറച്ച് ആഴത്തിലിങ്ങനെ കുത്തി വിടാം. അപ്പം മസാലയൊക്കെ നന്നായി ഉള്ളിലേക്ക് ഇറങ്ങും. മട്ടൻ നമ്മൾ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ പോകണം നമ്മളുടെ സ്പെഷ്യൽ മസാല നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമ്മുടെ സ്പെഷ്യൽ മസാല ഇടാം. മല്ലി, കറിവേപ്പില, പുതിന, പച്ചമുളക് അരച്ചത്. അടുത്തത് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, ഇതിൽ ബദാമും അണ്ടിപ്പരിപ്പും അരച്ചെടുത്ത്. അടുത്ത ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഒരല്പം പട്ട ഗ്രാമ്പ് പൊടിച്ചത്. ഇനി അല്പം കുരുമുളക്. അപ്പോൾ നമുക്ക് മസാല കുഴച്ചെടുക്കാം. നമ്മുടെ എല്ലാ സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പുതിന, കറിവേപ്പില, മല്ലിത്തഴ, പിന്നെ പച്ചമുളകും എല്ലാം കൂടെ വെച്ചാണ്. മസാല നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നമ്മുടെ ഈ മട്ടൻ കാലിലേക്ക് തേക്കാം. നന്നായിട്ട് എല്ലാവരും ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് എന്താ പറയണേ, എൻ്റെ അകത്തൊക്കെ നന്നായിട്ട് പിടിക്കണം മസാല. മസാല നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് എല്ലാവിടെയും. നമുക്കിത് റെസ്റ്റ് ടൈം വെക്കാം അല്ലേ സുഹേലേ? അപ്പം നമ്മൾ ഗ്രില്ലിലൂടെ കഴുകിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാവിടെയും ആക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ചിരട്ടിയിട്ട് ഒന്ന് കത്തിച്ചെടുക്കാം.
നമുക്ക് കർപ്പൂരം ഇട്ട് ഒന്ന് കത്തിച്ചെടുക്കാം. ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മുടെ മട്ടൻ ഗ്രില്ലാക്കാൻ പോകണം അല്ലേ സൂര്യ? മട്ടൻ തൊട കുറേ ഗ്രില്ലാൻ വെക്കാം നമുക്ക് അല്ലേ? ഒന്ന് തിരിച്ചിട്ടേക്കാം. ഏകദേശം ഇതുവരെ ചൂടെത്തിയിട്ടുണ്ട്. നമുക്ക് കൈ ഇങ്ങനെ തേക്കാണ്. അപ്പോൾ നമ്മളിവിടെ തേക്കുന്നത് ഓയിലല്ല, നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഇടുന്നത്. വെളിച്ചെണ്ണയിൽ ഒരു പ്രത്യേക നല്ലൊരു മണം വരും. സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നത് ഓയിലിലായിരിക്കാം, പക്ഷേ അത് വെളിച്ചെണ്ണയിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി നല്ലൊരു മണം വരും. ഫ്രണ്ട്സ്, നമ്മുടെ ആട്ടുകാൽ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കാം. സംഭവം നല്ല കുറേ നേരം വെക്കണം, അപ്പോൾ തന്നെ ഇത് വേവ് കൂടും നന്നായിട്ട്. മേൽഭാഗം കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞാൽ തന്നെ ഇത് വേവ് കൂടും ഉള്ളൊക്കെ. മേലൊക്കെ മസാലയൊക്കെ തേച്ചുകൊണ്ടാണ് ഇവിടെ കരിഞ്ഞിരിക്കുന്നത് നന്നായിട്ട്. അപ്പോൾ നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ സുഖല്ലേ? വാ. ആട്ടിൻകാല് ഗ്രില്ല് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? സംഗതി ഉഷാറല്ലേ? സെറ്റ്. അടിപൊളി സാധനം. മസാല അടിപൊളി കേട്ടോ. മെയിനായിട്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. പൊറാട്ടയും കൂട്ടും ടേസ്റ്റ് നോക്കിയാലോ? അടിപൊളി. ആദ്യമായിട്ടല്ലേ നല്ല അടിപൊളി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മടക്കിയിട്ട് നോ രക്ഷ മച്ചാ. അടിപൊളി. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചട്ടപ്പട്ടേന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു കിഡിലെ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.